ചട്ടപ്രകാരം 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഗവർണറായി തുടരുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ പരക്കെ പൊതുസമൂഹവും മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് പുതിയ ഒരു ഗവർണറെ നിയമിക്കുന്നത് വരെ നിലവിലിരിക്കുന്ന ഗവർണർക്ക് അധികാരത്തിൽ തുടരാം എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കേരളത്തിലേക്ക് പുതിയ ഒരു ഗവർണറെ നിയമിക്കുവാനുള്ള നടപടികളൊന്നും ആരംഭിച്ചതായി ഡൽഹിയിൽ നിന്ന് വാർത്തകൾ വരുന്നുമില്ല. ഈ പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരെ നിയമിക്കുന്നത്. 5 വർഷം കാലാവധി പൂർത്തിയായി കഴിയുന്നതിന് മുൻപ് തന്നെ സാധാരണഗതിയിൽ അതിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ പുതിയ ഗവർണർമാരെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടാകാറ് പതിവുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില ഗവർണർമാരെ സ്ഥലം മാറ്റുകയും ചില ഗവർണർമാർക്ക് പകരമായി പുതിയ ആളുകളെ നിയമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവർണർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പരക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സാങ്കേതികമായി ഗവർണർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ആളാണ് എന്നൊക്കെ നാം പറയുമെങ്കിലും നിയമിക്കുന്ന കക്ഷികളോട് വിധേയത്വം കാട്ടുക എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ആരിഫ് ഖാൻ കേരളത്തിൽ 2019 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ ചില രാഷ്ട്രീയ നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പല പുതിയ വിഷയങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഗവർണർമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതാത് സംസ്ഥാനത്തെ മന്ത്രിസഭയുമായി യോജിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു പതിവാണുള്ളത്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗവർണർ എടുത്തിരിക്കുന്ന ചില നടപടികളൊക്കെ ഗവൺമെന്റിന് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഗവർണർ സംസ്ഥാന മന്ത്രിസഭയുമായി പൊരുത്തപ്പെടാത്ത തരത്തിൽ ഒരു സംഘർഷം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള നിയമസഭ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ലുകൾ അത് ഗവർണർമാർ ഒപ്പിട്ട് കൊടുക്കുകയും അത് നിയമമാവുകയും ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ഇടയിലായി വളരെ വിവാദമുണ്ടാക്കിയതായ ചില ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയെങ്കിലും അത് ഒപ്പിട്ട് അനുവാദം കൊടുക്കാതെ ഗവർണർ പിടിച്ചു വയ്ക്കുകയും ഏതാണ്ട് 1-2 വർഷക്കാലത്തോളം അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള എഴുത്തുകുത്തുകളും ഇടപെടലുകളുമൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഗവർണർ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയും സർക്കാർ അതിന് തൃപ്തികരമായി മറുപടി നൽകുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വിവാദമുണ്ടാക്കിയതായ 1-2 ബില്ലുകൾ നിയമസഭ പാസാക്കിയത് ഗവർണർ ഒപ്പിടാതെ അതിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും രാഷ്ട്രപതി ചിലതൊക്കെ തള്ളിക്കളയുകയും ചെയ്ത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഈ ഗവർണറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ചാണ്. ലോകായുക്ത യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ ഏജൻസിയാണ്. പരാതികൾ അന്വേഷിക്കുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കാൻ ചട്ടപ്രകാരം അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ബാധ്യത ഉണ്ടാവുകയും ചെയ്യുക എന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ലോകായുക്തയുടെ അത്തരം ചില തീരുമാനങ്ങൾ സർക്കാരിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ കേരളത്തിലെ സർക്കാർ ബോധപൂർവം ഈ ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും
അത് ബില്ലായി പാസ്സാക്കുകയും ചെയ്തു. എന്നാൽ അതിനോട് വ്യക്തിപരമായി യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് ഗവർണർ അത് പിടിച്ചു വയ്ക്കുകയും കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അത് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിടുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും അതിന്മേൽ തീരുമാനം ഉണ്ടാകാതിരിക്കുകയാണ്. അതിനേക്കാൾ വളരെ നിർണായക പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ വളരെ പഴക്കം ചെന്നിട്ടും പാസ്സാകാതെ അനിശ്ചിതാവസ്ഥയിലിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി കൂടെ ഗവർണർ വഹിക്കുന്നുണ്ട്. അപ്പോൾ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ, സർക്കാർ സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നത് ഒരിക്കലും ശരിയല്ല എന്ന കാര്യത്തിൽ ഗവർണർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ കേരളത്തിലെ സർവകലാശാല ഭരണത്തിലൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അതിനോട് യോജിക്കാതെ അത് തടഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത്. പക്ഷേ ആ നിയമം അതോട് യോജിക്കുവാൻ ഗവർണർക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അത് തടഞ്ഞു വയ്ക്കുകയും അത് കുറെ കാലത്തിന് ശേഷം അതിന്മേൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആകെ ഭരണരംഗം തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം 9 സർവകലാശാലകളിൽ ഏതാണ്ട് വർഷങ്ങളായി പൂർണ്ണസമയ വൈസ് ചാൻസലർമാരില്ല. സർവകലാശാലയുടെ പരമാധികാരിയായി വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സർവകലാശാലയുടെ പ്രവർത്തനത്തെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആകെ നാമാവശേഷമാകുന്ന രീതിയിൽ ഓരോ ദിവസവും കൂടുതൽ പ്രശ്നമുഖരിതവും സങ്കീർണവുമായിരിക്കുകയാണ്. ചാൻസലറാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാകുമ്പോൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളിൽ വൈസ് ചാൻസലർമാർ വേണം നിർബന്ധമായി ഒപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ ചാൻസലർമാർക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്. എന്നാൽ ആ പങ്ക് ഇല്ലാതാക്കുന്നതിന് ബോധപൂർവമായി സർക്കാർ ശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അതിന്മേൽ തീരുമാനമുണ്ടാകാതെ ഒരു ദുസ്ഥിതി തുടരുകയും ചെയ്യുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ സഹായമൊന്നും പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് കൊണ്ട് സർവകലാശാലകൾക്ക് ലഭിക്കാതെ പോകുന്നു. സർവകലാശാലകളുടെ ഭരണരംഗത്ത് ഭരണതലപ്പത്ത് ആളുകൾ ഉത്തരവാദപ്പെട്ട വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് കൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കേരളത്തെ പോലെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്നതായ ഒരു സംസ്ഥാനത്ത് പ്രാഥമിക വിദ്യാഭ്യാസമാകട്ടെ, സെക്കൻഡറി വിദ്യാഭ്യാസമാകട്ടെ, ഉന്നത വിദ്യാഭ്യാസമാകട്ടെ തകരുക എന്ന് പറയുന്നത് വല്ലാതെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗവർണർ ഇനിയും തുടരുന്നത് തീർച്ചയായും ഗവൺമെന്റിന് പുതിയ വിഷയങ്ങളിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ആരിഫ് ഖാൻ തുടരുന്നതിൽ താല്പര്യമുണ്ടാകാൻ ഇടയില്ല. എന്നാൽ കേന്ദ്രത്തിന് ഇത് മുഹമ്മദ് ആരിഫ് ഖാന്റെ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം പ്രത്യക്ഷമായും പരോക്ഷമായും രാഷ്ട്രീയമായി വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അത് വിശദാംശങ്ങളിലേക്ക് നമ്മൾ അപഗ്രഥിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗവർണർ ആണെങ്കിൽ പോലും മുഹമ്മദ് ആരിഫ് ഖാന് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വിധേയത്വവും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹവും ചില ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുഹമ്മദ് ആരിഫ് ഖാന് ഒരു സമയത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ പോലും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന്. അത് ഒന്നും സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നത് ശരിയല്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരു തുടർച്ച ലഭിക്കാനുള്ള
സാധ്യത ദൂരെ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടാകുമെന്ന വിധത്തിൽ അല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒക്ടോബർ മാസങ്ങളിൽ, അടുത്ത വരുന്ന മാസങ്ങളിൽ പോലും അദ്ദേഹം ചില പരിപാടികൾക്ക് സമയം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി കേന്ദ്രത്തിൽ നിന്ന് വളരെ പ്രോത്സാഹജനകമായി ഇവിടെ തുടരാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതെന്തുമാകട്ടെ, ഗവർണർ ആരായാലും ശരി, സംസ്ഥാനത്തെ ഗവൺമെന്റുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സർവകലാശാലകളുടെ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും സർവകലാശാലകളുടെ പ്രവർത്തനത്തെ മേൽനോട്ടം നടത്തുന്നതിനും അവയെ വേണ്ട ദിശയിൽ നയിക്കുന്നതിനുമൊക്കെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിർണായകമായ പങ്കുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ അനിശ്ചിതാവസ്ഥ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു തരത്തിലും സംശുദ്ധമായ രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുക വയ്യ. സർവകലാശാലയുടെ പുതിയ പരീക്ഷണങ്ങളൊക്കെ എത്ര കണ്ട് വിജയിക്കും. 4 വർഷ ബിരുദ കോഴ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. കാതലായിട്ടുള്ള മാറ്റങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കേരളത്തിലെ സർവകലാശാലകളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ഈ പറയുന്ന ചാൻസലറുടെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. സംസ്ഥാന സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള സംഘർഷം തീർച്ചയായും ഒഴിവാക്കേണ്ടതുമാണ്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഒരു പക്ഷേ മുഹമ്മദ് ആരിഫ് ഖാൻ തുടരുകയാണെങ്കിൽ പോലും കേരള സർക്കാരിന് ഏകദേശം ഇനിയും 1.5 വർഷക്കാലത്തെ കാലാവധിയുണ്ട്. സുഗമമായ ഒരു ഐക്യത്തിൽ പ്രവർത്തിച്ചു പോകുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. അത് ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് സർവകലാശാലകളുടെയൊക്കെ വളർച്ചയ്ക്ക് അനിവാര്യവുമാണ്.